ഇത് നമ്മുടെ ചെമ്പരത്തി കേട്ടോ, നാട്ടിലെ ചെമ്പരത്തിയല്ല. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ താളിയായിട്ടൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിലും ഇത് നമ്മൾ നല്ല ചായ ആയിട്ടും കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ ബഹ്റിനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് ഇത് കേട്ടോ. ഇതൊരു 2 സ്പൂൺ നമ്മൾ എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ ഒരു ചായ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 സ്പൂൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ അത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേണം തിളപ്പിക്കാനായിട്ട്. നന്നായിട്ടൊരു 10 മിനിറ്റ് നന്നായി തിളപ്പിക്കണം കേട്ടോ. അതിന് ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഏലക്കയോ ഇഞ്ചിയോ കറുവപ്പട്ടയോ കരയാമ്പുവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇടാം. ഞാനാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും 2 ഏലക്കായയുടെ ഇതുമാണ് ഇടുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ നമുക്കിതാ ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. വേണ്ട ഇതേപോലെ നമുക്ക് ഈ കളറിലുള്ള അടിപൊളി ചെമ്പരത്തി ചായ. ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഇത് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയിട്ട് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്. പക്ഷേ ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതാണ് ചെമ്പരത്തിയുടെ ചായ കേട്ടോ. നല്ലതാണ് ഈ പ്രഷർ കുറയ്ക്കാനും അതുപോലെ പിന്നെ ഗർഭിണികളൊന്നും ഇത് കുടിക്കരുത്. പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻ്റാണ് നല്ലത്. നമുക്കൊരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ കഴിക്കാമെന്ന് നോക്കിയിട്ട് വേണം ഈ ചായ കുടിക്കാൻ. പക്ഷേ ഓൾമോസ്റ്റ് നല്ല ടീ ആണ്.